ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചക്ക കൊണ്ട് എരിശ്ശേരി ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. അതിനാവശ്യമായ ചക്ക ഞാൻ നന്നാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ ഉള്ളിലത്തെ കുരുവൊക്കെ കളഞ്ഞിട്ട് ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ. ചക്കയുടെ സീസണൊക്കെ കഴിയുന്നതിന് മുമ്പ് പലതരത്തിലുള്ള കറികളോ അല്ലെങ്കിൽ ചക്ക കൊണ്ട് എന്തെങ്കിലും പഴുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പലഹാരങ്ങളോ ഒക്കെ ഉണ്ടാക്കി കഴിക്കാം. ചക്ക നല്ലതാണ്. കറി ഉണ്ടാക്കി കഴിക്കാനും നല്ലതാണ്. ചക്കയിൽ നാരുകൾ കൂടുതലുള്ളത് ആയ കാരണം വയറിന് പ്രത്യേകിച്ച് നമുക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. നല്ല ദഹന സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കൊക്കെ നല്ലതാണ് കേട്ടോ ഈ ചക്ക കറിയൊക്കെ വെച്ച് കഴിക്കണത്. അങ്ങനെ ചെറുതാക്കി അരിഞ്ഞെടുക്കണം കേട്ടോ, ഉള്ളിൽ കുരുവൊക്കെ കളഞ്ഞ്. ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞെടുക്കുക. അപ്പോൾ അതാ മുഴുവൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു അരപ്പ് ചേർക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു മുറി നാളികേരം, 1 ടീസ്പൂൺ ജീരകമാണ് കേട്ടോ എടുത്തേക്കണത്. ഇത് അരച്ച് കൊണ്ടുവരുമ്പോഴേക്കും ചക്ക വേവിക്കാൻ വെക്കണം കേട്ടോ. അത് മൺചട്ടിയിലാണ് കേട്ടോ വെക്കണത്. ചക്ക അതിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക, പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അളവൊന്നും പറയണില്ല കേട്ടോ. അത് ചക്ക കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 1/2 കപ്പ് വെള്ളം ചക്ക വേവാനായിട്ടൊന്ന് ഒഴിച്ച് നമുക്കൊന്ന് അടച്ച് വെക്കണം കേട്ടോ. ചക്ക വേവുമ്പോഴേക്കും നമുക്ക് നാളികേരം അരച്ച് കൊണ്ടുവരാം. അപ്പോൾ അതാ ചക്ക നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നാളികേരം അരയ്ക്കണ്ട കേട്ടോ, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. എരിശ്ശേരിയിലേക്കുള്ള നാളികേരം അരയാൻ പാടില്ല അധികം, ഒന്ന് ചതച്ച പോലെ എടുക്കാനേ പാടുള്ളൂ കേട്ടോ. നാളികേരവും ജീരകവും കൂടിയിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കി എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിലേക്ക് വറുത്തിടണം കേട്ടോ. അതിന് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകാണ് ഇട്ട് കൊടുത്താൽ, വേറെ ഒന്നും വേണ്ട, കടുക് മാത്രം മതി. ഉലുവയൊന്നും വേണ്ട എരിശ്ശേരിയിലേക്ക്. കടുകിട്ട് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ഈ നാളികേരവും ജീരകവും കൂടി ചതച്ചത് അതിലിട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഈ തേങ്ങ ചതച്ചത് ബ്രൗൺ നിറാവണ വരെ ഇങ്ങനെ ഇളക്കി കൊണ്ട് നിൽക്കണം കേട്ടോ. അടി കരിയാണ്ട് ഇളക്കി കൊണ്ട് നിൽക്കണം. പിന്നെ അതിലേക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ബ്രൗൺ നിറായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഈ കൂട്ടാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ചക്ക വെന്തിട്ടുണ്ട്, ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഇനി നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം കേട്ടോ. ഇളക്കി മിക്സ് ചെയ്ത് നമുക്ക് വാങ്ങി വെക്കാം കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ചക്ക എരിശ്ശേരി. നല്ല ടേസ്റ്റുള്ള ചക്കയാണെങ്കിൽ നല്ല ഇതാവും, നന്നായി വെന്തുടയണം ചക്കയൊക്കെ ആണെങ്കിൽ. അപ്പോൾ ചക്ക എരിശ്ശേരി റെഡിയായി. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ചക്കയുടെ സീസണൊക്കെ കഴിയുന്നതിന് മുമ്പ് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം.